ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മലബാറിലെ ന്യൂനപക്ഷങ്ങൾ ഈ CPM-നെ കൈവിട്ടത് അതൊരു താൽക്കാലിക പ്രതിഭാസമാണോ അതോ ഇനി തുടർന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കുണ്ടോ? ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചൊരു പൂർണ്ണമായ വിശകലനം നടത്തി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ആരാണ് വിട്ടത് അല്ലെങ്കിൽ ആരാണ് കൂടെ വന്നത് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ റിവ്യൂ നടത്താൻ പോകുന്നേ ഉള്ളൂ ഈ ആഴ്ച. വിശദമായ ചർച്ചകൾ താഴെ തലത്തിൽ പരിശോധന നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സംസ്ഥാന തലത്തിലൊരു നിഗമനത്തിലെത്താൻ പറ്റൂ. അല്ലാതെ പറയുന്നതെല്ലാം ചില ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും ഒരു വിഭാഗം ഒഴിവായിന്നോ മറ്റൊരു വിഭാഗം വന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. സമ്മിശ്രമായ അവസ്ഥകൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യമായ പിന്തുണ UDF-ന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തിനെ ശക്തമായി ഇക്കാലത്തും വിമർശിക്കുന്ന ഒരു നേതാവാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം മലബാറിൽ UDF-ന് ഇത്തവണ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നതാണ് അവരുടെ രാഷ്ട്രീയം. അത് മറ്റ് സാമുദായിക സംഘടനകൾക്കുള്ളതല്ല. RSS ഹിന്ദുത്വ വർഗീയത ഉയർത്തുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുയർത്തുന്ന ആശയങ്ങൾ അങ്ങേയറ്റം ആപൽക്കരമാണ്. അവർക്കാകെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഏകീകരിക്കാനൊന്നും കഴിയില്ല. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ വളരെ ചെറിയ ഒരു ശതമാനത്തിൻ്റെ താഴെയുള്ള സ്വാധീനം മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ അവർ ഇടതുപക്ഷത്തിനെതിരായും മതനിരപേക്ഷതക്കെതിരായും ഒക്കെ നടത്തുന്ന പ്രചാരവേലകൾ കുറച്ച് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കും. അതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അവരുടെ ഭീഷണിയൊന്നും അധിക കാലം നിലനിൽക്കുമെന്ന് ഞങ്ങൾ കരുതില്ല.